ചാലക്കുടി ആസ്ഥാനമായുള്ള ഫിനോമിനൽ ഗ്രൂപ്പിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. ചൊവ്വാഴ്ച ലഭിച്ചത് 150ഓളം പരാതികൾ. കനത്ത വേനലിനെ മുൻകൂട്ടി കണ്ട് കർഷകർ നേരത്തെ കൃഷിയിറക്കുന്നു. കാട്ടകമ്പാലിൽ കൃഷിയിറക്കുന്നത് 3 മാസം നേരത്തെ. ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാതെ പണവും വാച്ചും കവർന്നു. കരുവന്നൂർ സ്വദേശി അശോകനാണ് ദുരനുഭവം. യാത്രാ ദുരിതം സമ്മാനിച്ച് വിയ്യൂർ കൊട്ടേക്കാട് പാത. റോഡിൽ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. ഗുരുവായൂരിൽ ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുവന്ന യുവതിയെ ലോഡ്ജിൽ പാർപ്പിച്ച് കൂട്ടമാനഭംഗത്തിനിരയാക്കി. 6 പേർ ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. 10 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ചാലക്കുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനമായ ഫിനോമിനൽ ഗ്രൂപ്പിനെതിരെ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത്. 150ഓളം പരാതികളാണ് ചൊവ്വാഴ്ച പോലീസിന് ലഭിച്ചത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തിയേക്കും. ഇതേസമയം കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ കമ്പനി ഓഫീസ് അടുത്ത ദിവസം മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിക്ഷേപകരും ഏജന്റുമാരും കൂട്ടത്തോടെ എത്തിയതിനെ തുടർന്നാണ് ഓഫീസ് അടയ്ക്കാൻ നിർബന്ധിതമായതെന്നും ബുധനാഴ്ച മുതൽ ജീവനക്കാർ ഓഫീസിലെത്തുമെന്നും പോലീസ് പറയുന്നു. കമ്പനി പൊളിഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള നിക്ഷേപകർ കൂട്ടത്തോടെ പരാതിയുമായി എത്തിയത്. ഷോപ്പിംഗ് മാൾ കൂടി പ്രവർത്തിച്ചിരുന്ന ഓഫീസ് കെട്ടിടം രഹസ്യമായി വിറ്റെന്നും പണം കിട്ടാനുള്ളവർ എത്രയും വേഗം എത്തണമെന്നും ഇന്റർനെറ്റ് മുഖേന സന്ദേശം വന്നതാണ് തിങ്കളാഴ്ച ഓഫീസിൽ ജനം തള്ളിക്കയറാൻ ഇടയാക്കിയത്. ആരാണ് സന്ദേശം അയച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ വിവിധ പദ്ധതികളിൽ ചേർന്നവർക്ക് പണം കിട്ടുന്നില്ലെന്ന് പരാതിപ്പെട്ട് മാസങ്ങളായി സൗത്ത് ജംഗ്ഷനിലെ ശ്രീകുമാർ ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന റീജിയണൽ ഓഫീസിലേക്ക് നിക്ഷേപകർ എത്താറുണ്ട്. ഇവർക്ക് ചെക്കുകൾ നൽകിയെങ്കിലും ചെക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെ റീജിയണൽ ഓഫീസ് അടച്ചിടുകയും ചെയ്തു. ഡയറക്ടർ ബോർഡിലുള്ള 5 പേരും വരാതായി. ഇതോടെയാണ് നിക്ഷേപകർക്കും ഏജന്റുമാർക്കും സംശയം വർദ്ധിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് ആരോഗ്യ സാമ്പത്തിക പദ്ധതികളിലൂടെയായി കമ്പനി നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ചത്. മുംബൈയാണ് ഫിനോമിനൽ ഗ്രൂപ്പിന്റെ ആസ്ഥാനം. കേരളത്തിലെ റീജിയണലിന്റെ പ്രധാന ഓഫീസ് ചാലക്കുടിയുമായിരുന്നു. ചാലക്കുടി കൊരട്ടി സ്വദേശി മാനേജിംഗ് ഡയറക്ടറായ കമ്പനി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നു. TCV ചാലക്കുടി. വരാനിരിക്കുന്ന കനത്ത വേനലിനെ മറികടക്കാൻ കർഷകർ ഇക്കുറി കൃഷി നേരത്തെയാക്കുന്നു. കാട്ടാക്കമ്പാലിലെ 2500 ഏക്കർ വരുന്ന പുഞ്ചപ്പാടങ്ങളിലാണ് ഇക്കുറി നവംബറിൽ തന്നെ കൃഷിയിറക്കുന്നത്. സാധാരണയായി ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ കൃഷിയിറക്കി മെയ് മാസത്തിൽ വിളവെടുക്കുന്നതായിരുന്നു രീതി. എന്നാൽ കഴിഞ്ഞ തവണയുണ്ടായതുപോലെയുള്ള കനത്ത വേനലും അപ്രതീക്ഷിത വേനൽ മഴയും കർഷകർക്കുണ്ടാകുന്ന കനത്ത നഷ്ടം ഒഴിവാക്കാനായാണ് കൃഷി നേരത്തെയാക്കുന്നത്. ബണ്ട് പൊട്ടിയുള്ള കൃഷിനാശത്തിന് പുറമെ വേനലിൽ ജലമില്ലാതായതും ഒപ്പം കൊയ്ത്തിന് ശേഷമുണ്ടായ മഴയിൽ നെല്ലുകൾ നനഞ്ഞതിനാലും വില ലഭിക്കാതിരുന്നതും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. നവംബറിൽ കൃഷിയിറക്കിയാൽ മാർച്ച് പകുതിയോടെ വിളവെടുക്കാനാകുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ തുലാം മഴ ഇത്തവണ നേരത്തെ എത്തിയാൽ കൃഷിയിറക്കൽ വൈകിയേക്കും. ഒപ്പം 100 അടി തോടിന്റെ നിർമ്മാണം പൂർത്തിയായതും കർഷകർക്ക് ആശ്വാസമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ബണ്ട് തകർന്ന് ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളത്തിലായിരുന്നു. നവംബറിൽ കൃഷിയിറക്കി നല്ല വിളവും ലാഭവും ലഭ്യമാക്കാനാകുമോ എന്ന പരീക്ഷണമാണ് നടത്തുന്നത്. ഇത് വിജയകരമായാൽ മേഖലയിലെ കൃഷി കലണ്ടറിൽ കാതലായ മാറ്റമുണ്ടാകും. TCV കുന്നംകുളം. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാതെ പണവും വാച്ചും കവർന്നു. കരുവന്നൂർ സ്വദേശിക്കാണ് ദുരനുഭവം. 3 പീടിക ഭാഗത്തുനിന്ന് വരികയായിരുന്ന കരുവന്നൂർ സ്വദേശി കുണ്ടായൽ അശോകനാണ് പൂച്ചക്കുളത്തിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ കെട്ടിയിട്ട പോത്തിന്മേൽ ബൈക്കിടിച്ച് പരിക്കേൽക്കുകയായിരുന്നു. പ്രദേശവാസിയായ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് റോഡരികിൽ കെട്ടിയിട്ടിരുന്നത്. വാഹനം തട്ടിയതിനെ തുടർന്ന് പരിക്കേറ്റ അബോധാവസ്ഥയിൽ റോഡിൽ കിടന്നിരുന്ന അശോകന്റെ വാഹനത്തിലുണ്ടായിരുന്ന 2000 രൂപയും വാച്ചും സാമൂഹ്യ വിരുദ്ധർ കവർന്നു. പിന്നീട് ഇതുവഴി വന്ന കാർ യാത്രക്കാരാണ് ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇരിങ്ങാലക്കുട പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരെ വലയ്ക്കുന്ന വിയ്യൂർ കൊട്ടേക്കാട് റോഡിൽ നടക്കുന്നത് പേരിന് ഓട്ടയടയ്ക്കൽ മാത്രം. അതീവ ശോചനീയാവസ്ഥയിലായ റോഡ് ഉടൻ ടാറിംഗ് ചെയ്യണമെന്ന് യാത്രക്കാർ. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ റോഡാണ് വിയ്യൂർ കൊട്ടേക്കാട് റോഡ്. എന്നാൽ ഈ റോഡ് മാസങ്ങളായി തകർന്നു കിടക്കുകയാണ്. ദുരിതയാത്ര നടത്തി വലഞ്ഞ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് PWD അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി താൽക്കാലിക ഓട്ടയടയ്ക്കൽ നടത്തിയത്. മുൻപ് ഈ റോഡിൽ ഓട്ടയടച്ച കുഴികളാകട്ടെ കനത്ത മഴയിൽ തകർന്നിരുന്നു. അതേസമയം ചെളിക്കുളമായി കിടക്കുന്ന കുഴികൾ അടച്ച് ടാറിംഗ് നടത്താത്തതിനാൽ വാഹനയാത്രികരുടെ പ്രതിഷേധമേറിയിട്ടുണ്ട്. റോഡ് ടാറിംഗ് നടത്താൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച്
തൃശൂർ PWD ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് ഡിവിഷൻ കൗൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. നിരവധി ആളുകൾ ഇതിൽ കുഴിയിൽപ്പെട്ട് വീണിട്ടുണ്ട്. ഇനി ഈ റോഡ് റീടാർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ PWD ഓഫീസിൽ ഒരു കുത്തിയിരിപ്പ് സമരത്തിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഞാൻ നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. PWDയുടെ കൈവശമുള്ള വിയ്യൂർ കൊട്ടേക്കാട് റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും സ്ഥലം വിട്ടുകിട്ടുന്നതിനായി നിലനിൽക്കുന്ന പ്രശ്നം മൂലമാണ് ഇത് എങ്ങുമെത്താത്തതിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്തായാലും സ്ഥലം ഏറ്റെടുത്ത് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുമ്പോഴേക്കും കാലങ്ങളെടുക്കുമെന്ന് തീർച്ചയാണ്. അതുവരെയും ജനത്തിന് ദുരിതയാത്ര തന്നെ ബാക്കി. TCV ന്യൂസ്, തൃശൂർ. ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്ന യുവതിയെ ലോഡ്ജിൽ പാർപ്പിച്ച് കൂട്ടമാനഭംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 6 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട്, തിരുവത്ര, പാണ്ടികശാലപ്പറമ്പിൽ അലി, കടപ്പുറം ഇരട്ടപ്പുഴ സ്വദേശികളായ പുതുവീട്ടിൽ അലിമുണ്ണി, കള്ളാമ്പി മുത്തു, തൊഴിയൂർ വടക്കേപ്പാട്ടിൽ വിനീഷ്, പൂവത്തൂർ സ്വദേശികളായ അമ്പലത്ത് വീട്ടിൽ ഗഫൂർ, മമസ്രായില്ലത്ത് അബൂബക്കർ എന്നിവരെയാണ് ടെമ്പിൾ CI UH സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 10 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തിലെ 4 പേർ ചേർന്നാണ് വയനാട് സ്വദേശിയായ യുവതിയെ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് 4 ദിവസം ലോഡ്ജിൽ താമസിപ്പിച്ച് കൂട്ടമാനഭംഗത്തിനിരയാക്കുകയായിരുന്നു. യുവതിയെ പിന്നീട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. അവശയായ യുവതി സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് വനത്തിൽ പിടിയാന ചരിഞ്ഞത് ഗർഭപാത്രത്തിലെ രക്തസ്രാവം മൂലം. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ കോന്നി ഫോറസ്റ്റ് സീനിയർ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. 40 വയസ്സ് പ്രായമുള്ള പിടിയാന ഗർഭിണിയായിരുന്നു. നായാട്ടുകുണ്ട് വനത്തിലെ അമ്പഴക്കുണ്ടിലുള്ള ചെക്ക് ഡാമിൽ തിങ്കളാഴ്ച രാവിലെയാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഫോറസ്റ്റ് വനപാലകർ ആനയുടെ ജഡം കണ്ടത്. കാരിക്കടവ്, ശാസ്താംപൂവം കോളനികളിലെ ആദിവാസികളുടെ സഹായത്തോടെ JCBയും ക്രെയിനും ഉപയോഗിച്ചാണ് ചെക്ക് ഡാമിൽ നിന്ന് ആനയുടെ ജഡം പൊക്കിയെടുത്തത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ജഡം വനത്തിൽ തന്നെ ദഹിപ്പിച്ചു. ചാലക്കുടി DFO R കീർത്തി, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ TS മാത്യു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ശൈലൻ എന്നിവരും സ്ഥലത്തെത്തി. കൃഷ്ണ ജന്മാഷ്ടമിയിൽ ഗുരുഭവനപുരിയിലെത്തി കണ്ണനെ തൊഴുതു വണങ്ങാൻ വൻ ഭക്തജന തിരക്ക്. പുണ്യദർശനത്തിനായി അയൽ സംസ്ഥാനത്തുനിന്ന് പോലും ഗുരുവായൂരിലേക്ക് എത്തിയത് പതിനായിരങ്ങൾ. ജന്മസുകൃതം തേടി അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കാണാനെത്തിയ ഭക്തലക്ഷങ്ങൾക്ക് ദക്ഷിണദ്വാരക നൽകിയത് ഭക്തി നിർഭരമായ വരവേൽപ്പ്. ദീപപ്രഭയാലും പുഷ്പാലങ്കാരങ്ങളാലും ചെറുവൃന്ദാവനം കണക്കെ അണിഞ്ഞൊരുങ്ങി നിന്ന ഗുരുഭവനപുരി ജന്മാഷ്ടമിയിൽ ഭക്തജന സഹസ്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ രോഹിണി നക്ഷത്ര ദിവസമാണ് ഹൈന്ദവർ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടനവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ജന്മാഷ്ടമിയിൽ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂരിലെത്തി കണി കണ്ടുണരുന്നത് ജന്മസുകൃതമായാണ് ഓരോ ഭക്തരും വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ പാതാളാഞ്ജനശിലയിലുള്ള ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാൻ വർഷം തോറും എത്തിച്ചേരുന്ന വിശ്വാസികളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ജന്മനാളിൽ മേളങ്ങളുടെ അകമ്പടിയിൽ സ്വർണ്ണക്കോലത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന കണ്ണന്റെ വിശേഷാൽ ശീവേലികളും ഏറെ സവിശേഷമാണ്. ജന്മാഷ്ടമിയിൽ കണ്ണന് മുന്നിലെ പ്രധാന വഴിപാടായ അപ്പം ശീട്ടാക്കാനും വൻ തിരക്കാണുണ്ടായത്. പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ദേവസ്വം ഒരുക്കി നൽകി. ക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ പ്രത്യേക പോലീസ് സംഘവും നന്നേ പാടുപെട്ടു. ജന്മസുകൃതം തേടി കണ്ണനെ തൊഴുതു മടങ്ങാൻ ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദേവനഗരിയിലെത്തി തമ്പടിച്ചിരുന്നു. ജന്മാഷ്ടമിയിൽ കണ്ണനെ കണ്ണിറയെ കണ്ടു തൊഴുത സംതൃപ്തിയോടെയാണ് ഓരോ ഭക്തരും ഗുരുഭവനപുരിയിൽ നിന്നും മടങ്ങിയത്. ശ്രീകൃഷ്ണ സന്നിധിയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഇടവേള. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന കാഴ്ച ശിവേലിയിൽ ഗജരത്നം പത്മനാഭൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ സുദിനം ഗുരുവായൂർ ക്ഷേത്ര നഗരി അമ്പാടിയായി മാറി. അപൂർവ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണ്ണക്കോലമാണ് അഷ്ടമി രോഹിണി ദിനത്തിൽ രാവിലെ എഴുന്നള്ളിച്ചത്. പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. ദർശനത്തിനെത്തുന്നവർക്ക് ദേവസ്വം വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമാണ് സദ്യ നൽകിയത്. സദ്യയുടെ ആദ്യ പന്തികളിൽ നെയ്പായസവും
പിന്നീട് പാൽപായസവുമാണ് വിളമ്പിയത്. 5 ലക്ഷത്തിലധികം രൂപയുടെ പാൽപായസമാണ് ഇതിനായി തയ്യാറാക്കിയിരുന്നത്. നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികാ ഗോപന്മാരും ആനന്ദ നൃത്തം ചവിട്ടിയ ഘോഷയാത്രകൾ കൃഷ്ണനഗരിയിലെത്തിയവർക്ക് കണ്ണിനും കാതിനും ആനന്ദവിരുന്നായി. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ ആയിരങ്ങൾ അണിനിരന്നു. മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. ഗോപികാ നൃത്തത്തോടെ ഉറിയുടച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിച്ച ജീവത മമ്മിയൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയാണ് എഴുന്നള്ളിച്ചത്. ശ്രീകൃഷ്ണ രഥവും മേളവും കൃഷ്ണസ്തുതികളും ഉയർത്തിയ ഭജനയും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. രഥമെഴുന്നള്ളിപ്പും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ, രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്തച്ചുവടുകളോടെ അടിച്ചുടച്ചാണ് നീങ്ങിയത്. പെരിന്തട്ട ശിവകൃഷ്ണ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്ന ഉറിയടിയുമായാണ് ഘോഷയാത്ര നടത്തിയത്. പെരിന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി ഗുരുവായൂർ ക്ഷേത്രനടയിൽ സമാപിച്ചു. TCV ഗുരുവായൂർ. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ശോഭയാത്രയുടെ വാർത്തകൾ ഈ ബുള്ളറ്റിനിൽ തന്നെ കാണാം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ചൈന സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഫെഡറൽ സിസ്റ്റത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാത്രയ്ക്ക് വേണ്ടി സർക്കാർ അനുമതിക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നുവെന്നും യാത്ര നിഷേധിച്ചതിനു ശേഷം മുഖ്യമന്ത്രി അയച്ച കത്തിനുള്ള മറുപടി പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും കടകംപള്ളി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് ഒന്നും ആലോചിക്കാതെ തീരുമാനിച്ചതാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം പെരുമ്പിലാവ് വട്ടമാവിൽ ശോഭയാത്രയ്ക്കിടെ സംഘർഷം. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകിട്ട് 6 കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര പരിസരത്തായിരുന്നു സംഭവം. ശോഭയാത്രയ്ക്കിടെ BJPയുടെ കൊടി വീശിയത് ചോദ്യം ചെയ്തതാണെന്നും ക്ഷേത്രത്തിനകത്ത് ഇത്തരം കൊടികളുമായി പ്രവേശിക്കരുതെന്നും ആവശ്യപ്പെടുകയാണുണ്ടായതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നു. ഇതിനിടെ ചിലർ തങ്ങളെ തള്ളിമാറ്റാൻ ശ്രമിച്ചതായും ഇതിനിടെ ഇവിടെയുണ്ടായിരുന്ന പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നുവെന്നാണ് വിശദീകരണം. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ ശോഭായാത്രയിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് എതിർവിഭാഗം ആരോപിച്ചു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ കൊരട്ടിക്കര കുവ്വപ്പാട്ടിൽ ബിജു, തെക്കേക്കര സുഭാഷ്, വട്ടമാവ് സ്വദേശി കിരൺ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീർത്ഥാടന നഗരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച പ്രസാദ് പദ്ധതിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിർദ്ദിഷ്ട പദ്ധതികളായ മൾട്ടി ലെവൽ പാർക്കിംഗും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കലും എത്രയും വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം ഭരണസമിതിയുമായി തുറന്ന ചർച്ച നടത്തിയാണ് സമവായത്തിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. പ്രസാദ് പദ്ധതി പ്രകാരം മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ദേവസ്വത്തിനുണ്ടായിരുന്ന ആശങ്കയാണ് പദ്ധതി വൈകാൻ കാരണമായത്. ദേവസ്വത്തിന്റെ ഒരു തുണ്ട് ഭൂമി പോലും അന്യാധീനപ്പെടില്ലെന്ന് മന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്ന് പദ്ധതി നടപ്പിലാക്കാൻ ദേവസ്വം മുന്നോട്ട് വരികയായിരുന്നു. പദ്ധതി പ്രകാരം 25 കോടി രൂപ ചെലവിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിക്കാനും 6.6 കോടി രൂപ ചെലവിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. വടകരയിലെ ഊരാലുങ്കൽ സൊസൈറ്റിയുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ദേവസ്വം ഭരണസമിതി അടുത്ത ദിവസം ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മാനുഷിക പരിഗണനയോടെ പരിഹരിക്കാൻ കഴിയുമോ എന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിരവധി വർഷമായി ക്ഷേത്രത്തിൽ താൽക്കാലിക സംവിധാനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരുണ്ട്. ഇവരുടെ പ്രശ്നം അനുഭാവപൂർവ്വം എങ്ങനെ പരിഗണിക്കാമെന്ന കാര്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ചർച്ച ചെയ്യും. ദേവസ്വത്തിന്റെ അധീനതയിൽ ബാങ്കുകളിലെ ലോക്കറുകളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡ് ഡെപ്പോസിറ്റ് പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതിനായി ദേവസ്വം ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി. മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ദേവസ്വം ചെയർമാൻ N. പീതാംബരക്കുറുപ്പ്, ഭരണസമിതി അംഗങ്ങളായ K. കുഞ്ഞുണ്ണി, A. സുരേശൻ, അഡ്മിനിസ്ട്രേറ്റർ CC ശശിധരൻ എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ. കുന്നംകുളത്ത് അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസിയെ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായ വീട്ടമ്മ അറസ്റ്റിൽ. നോങ്ങല്ലൂർ കാരാപ്പറമ്പിൽ ജമീല ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. നോങ്ങല്ലൂർ കോളനിയിലെ താമസക്കാരായ ജമീലയും അയൽവാസിയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ജമീല മടത്തിപ്പറമ്പിൽ റിയാസിന്റെ തലയിൽ വെട്ടുകയായിരുന്നു. പരിക്കേറ്റ റിയാസിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേറ്റുവ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. വയനാട് സ്വദേശി പുതുശ്ശേരി പ്രകാശ് ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം ഓച്ചിറയിൽ നിന്നും വരുന്നതിനിടെയാണ് അപകടം.
കാറിൽ 3 പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കാർ അപകടം നടന്നതിനെ തുടർന്ന് വഴിമാറ്റിവിട്ട കണ്ടെയ്നർ ലോറി പോസ്റ്റ് ഓഫീസിന് മുന്നിലെ കാനയിലേക്ക് വീണ വണ്ടിയുടെ ആക്സൽ മുറിഞ്ഞു. എറണാകുളത്ത് നിന്ന് ടൈലുമായി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശിയും പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജറുമായിരുന്ന കുന്നിൽ വീട്ടിൽ കേശവൻ നായർ മകൻ വിജയകുമാർ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8-ന് കാരമുക്ക് പോഴത്തുള്ള വസതിയിൽ നടത്തും. ഗീതയാണ് ഭാര്യ. രാഹുൽ, ജാനകി എന്നിവർ മക്കളും ബാബു മരുമകനുമാണ്. ചേനം തരിശുപടവിൽ കൃഷിയിറക്കുന്നതിന്റെ ഭാഗമായുള്ള വെള്ളം പമ്പിങ്ങിന്റെ ഉദ്ഘാടനം തരിശുപടവ് കമ്മിറ്റി പ്രസിഡന്റ് പി ബിജു നിർവഹിച്ചു. കമ്മിറ്റി അംഗങ്ങളും കർഷകരും സന്നിഹിതരായിരുന്നു. 550 ഏക്കർ വിസ്തൃതിയിലുള്ള ചേനം തരിശുപടവ് ജില്ലയിലെ പ്രധാന പാടശേഖരങ്ങളിൽ ഒന്നാണ്. മികച്ച കൃഷിക്കും വിളവെടുപ്പിനും നിരവധി പുരസ്കാരങ്ങൾ ചേനം തരിശുപടവ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്ര കലാ പുരസ്കാരം ചെണ്ടകലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർക്ക് സമ്മാനിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ് അധ്യക്ഷനായി. നവതി ആഘോഷിക്കുന്ന ഡോക്ടർ എം ലീലാവതിയെ ചടങ്ങിൽ ആദരിച്ചു. ഭരണസമിതി അംഗങ്ങളായ കെ കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് എ സുരേഷൻ, സി അശോകൻ, പി കെ സുധാകരൻ, അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ സി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ ചെണ്ടമേളവും സംഗീത ഫ്യൂഷനും അരങ്ങേറി. ഇരിങ്ങാലക്കുട പട്ടേപ്പാടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും പട്ടേപ്പാടം സ്വദേശിയുമായ പെരുമ്പലായി വീട്ടിൽ സിദ്ദിഖ്, താഴത്ത് വീട്ടിൽ സാവുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8:30 പട്ടേപ്പാടം സെന്ററിൽ വെച്ചായിരുന്നു ആക്രമണം. സാവുദ്ദീന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ തങ്ങളെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു. പരിക്കേറ്റവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. നമനങ്ങാട് സെന്ററിൽ ചായക്കട തകർത്ത നിലയിൽ കണ്ടെത്തി. തയ്യൽ സുരേഷിന്റെ ചായക്കടയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. കടയുടെ വാതിൽ പൊളിച്ചിടുകയും മേശ തൊട്ടടുത്തുള്ള തോട്ടിലേക്കിടുകയും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോവുകയും ചെയ്തു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. കടയൊഴിയുന്നതിനെ ചൊല്ലി കോടതിയിൽ കെട്ടിട ഉടമയുമായി സുരേഷ് കേസ് നടത്തിവരികയാണ്. ചേലക്കര വെങ്ങാനെല്ലൂരിൽ വീട്ടിൽ മോഷണം. വെങ്ങാനെല്ലൂർ പടിഞ്ഞാട്ടുമുറി ചീരൻ വീട്ടിൽ മേരിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ മുറിയിൽ ജനലിനോട് ചേർന്ന് തൂക്കിയിട്ടിരുന്ന തുണിസഞ്ചിയിലാണ് പണമടങ്ങിയ പേഴ്സ് വച്ചിരുന്നത്. പേഴ്സിൽ നിന്നും 10,200 രൂപ മോഷണം പോയതായി ഇവർ പറഞ്ഞു. ജനലിനോട് ചേർന്നുള്ള ചുമരിൽ ചവിട്ടി കയറിയ പാടും കാണുന്നുണ്ട്. ചേലക്കര പോലീസ് കേസെടുത്തു. തൃപ്രയാറിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. നാട്ടിക ബീച്ച് സ്വദേശി കാവുങ്ങൽ സിദ്ദീഖിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ പോളി ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്തെ ട്രാൻസ്ഫോമറിന് സമീപമായിരുന്നു അപകടം. സിദ്ദീഖ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. തൃപ്രയാർ ക്ഷേത്രം റോഡിലും സെന്ററിൽ ദേശീയപാതയോരത്തും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഒട്ടേറെ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നതെന്ന് പറയുന്നു. നടപടി സ്വീകരിക്കാൻ പോലീസ് മടിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. ഇതോടൊപ്പം ട്രാഫിക് നിയന്ത്രണത്തിന് തൃപ്രയാറിലെ വ്യാപാരികൾ സഹകരിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപം പകൽ സമയങ്ങളിൽ ബൈക്ക് മോഷണം വർദ്ധിക്കുന്നു. അടുത്ത 2 ദിവസത്തിനിടെ 2 ബൈക്കുകളാണ് ഇവിടെ നിന്ന് മോഷണം പോയത്. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി NC മിഥുന്റെ ഉടമസ്ഥതയിലുള്ള KL 8 T9830 എന്ന നമ്പറിലുള്ള ബൈക്കാണ് ചൊവ്വാഴ്ച മോഷണം പോയത്. രാവിലെ 8:30 സുഹൃത്തിനൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു മിഥുൻ. ദർശനം നടത്തി അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ബൈക്ക് മോഷണം പോയിരുന്നു. ഹാൻഡ്ലോക്ക് തകർത്താണ് ബൈക്ക് മോഷ്ടിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിന് വടക്കുഭാഗത്ത് പുരവൂർ നിവാസിൽ മോഹനന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കും മോഷണം പോയിരുന്നു. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് ഹാൻഡ്ലോക്ക് തകർത്ത് മോഷ്ടിച്ചത്. ഈ സംഭവത്തിൽ വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വാഴ്ച രാവിലെ തളിക്കുളം സ്വദേശി മിഥുന്റെ ബൈക്ക് മോഷണം പോയത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷ്ടാക്കളുടെ സാന്നിധ്യം കൂടുന്നുവെന്ന പരാതിയാണ് ഇത് സംബന്ധിച്ച് ഉയർന്നിട്ടുള്ളത്. ഇരു സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
RT ഓഫീസുകളിലെ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജോയിന്റ് RT ഓഫീസിന് മുന്നിൽ ആരംഭിച്ച MVD സേവാ കേന്ദ്രം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു. വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. RT ഓഫീസുകളിലെ അപേക്ഷാ ഫോമുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാത്ത പൊതുജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഇടനിലക്കാരെയാണ്. ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനാകുന്ന ഈ സേവാ കേന്ദ്രം പൊതുജനങ്ങൾക്ക് വളരെ സഹായകമാണ്. ഈ കേന്ദ്രം വഴി ആവശ്യം പറയുന്നതിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഫോമുകളും ലഭിക്കും. കൂടാതെ പുറത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചിരുന്ന ഫീസും ഈ കേന്ദ്രങ്ങൾ വഴി അടയ്ക്കാമെന്നതും വളരെ സഹായകരമാണ്. ഓരോ ഫീസുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡും ഈ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ തൃശൂർ, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി എന്നീ RT ഓഫീസുകളിലാണ് ഈ സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ വടക്കാഞ്ചേരി ജോയിന്റ് RT ഓഫീസിൽ ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറും ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വളരെ സഹായകരമായ ഈ സേവാ കേന്ദ്രവും ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറും പരമാവധി ഉപയോഗിക്കണമെന്ന് വടക്കാഞ്ചേരി ജോയിന്റ് RTO TG ഗോകുൽ അറിയിച്ചു. സ്വതന്ത്ര ചിന്തയെ ഭയപ്പെടുന്നവരാണ് ഗാന്ധിജി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ളവരെ ഇല്ലാതാക്കിയതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ASM അസ്ഗറലി തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളുടെ മണലൂർ നിയോജക മണ്ഡലം പര്യടനം പാവറട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാർ മരുതയൂർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി മുഖ്യാതിഥിയായി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK അഫ്സൽ, ജനറൽ സെക്രട്ടറി AM സനൌഫൽ, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചെക്കനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജിസ്മി. പുരയിടത്തിലെ സ്ഥലപരിമിതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്തിക്കാട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജിസ്മി മട്ടുപ്പാവിൽ കൃഷി ആരംഭിച്ചത്. ഇവിടെ വിളയാത്ത പച്ചക്കറികളില്ല. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി എല്ലാ വിളകളും തന്റെ തോട്ടത്തിൽ വിളയിച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി. മുളക്, വെണ്ട, വഴുതിന തുടങ്ങി വേപ്പിലയും പുതിനയും പടവലവുമെല്ലാം ഈ തോട്ടത്തിൽ കായ്ഫലം നൽകി വിളഞ്ഞു നിൽക്കുന്നു. ശീതകാല പച്ചക്കറികളായ കാബേജും കോളിഫ്ലവറും ജിസ്മിയുടെ തോട്ടത്തിലുണ്ട്. 200 ഗ്രോ ബാഗുകളാണ് മട്ടുപ്പാവിലെ തോട്ടത്തിനായി ജിസ്മി ഒരുക്കിയിട്ടുള്ളത്. വിത്ത് സ്വയം മുളപ്പിച്ച് തൈകളാക്കിയാണ് ജിസ്മി കൃഷി ചെയ്യുന്നത്. സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളിയും മുളകും തോട്ടത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ബെഡിങ്ങിലും ജിസ്മി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിളകളിലെ കീടനിയന്ത്രണങ്ങൾക്ക് രാസപദാർത്ഥങ്ങളെ കൂട്ടുപിടിക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് ഈ കൊച്ചുമിടുക്കി കൃഷി ചെയ്തു പോരുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന ജിസ്മി രാവിലെയും വൈകിട്ടും ഒഴിവുദിനങ്ങളിലുമാണ് കൃഷി പരിപാലിച്ചു പോരുന്നത്. കഴിഞ്ഞ വർഷം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മികച്ച വിദ്യാർത്ഥി കർഷകയായി ജിസ്മിയെ തെരഞ്ഞെടുത്തിരുന്നു. തന്റെ കൃഷിയിലെ വിജയത്തിന് അന്തിക്കാട് കൃഷിഭവനും വിദ്യാലയത്തിലെ അധ്യാപകരും മാതാപിതാക്കളുമാണ് കാരണമെന്ന് ജിസ്മി പറയുന്നു. TCV ന്യൂസ്, അന്തിക്കാട്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൃശൂർ താലൂക്ക് സമ്മേളനം സെപ്റ്റംബർ 17 തൃശൂരിൽ നടക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി AV കൃഷ്ണൻ ഒല്ലൂരിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ കാവിൽ ചിദംബരനാഥ്, കണ്ണൻ കണിമംഗലം, KK ശിവരാമൻ, PB ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശിവേലിക്ക് 5 ഗജവീരന്മാർ അണിനിരന്നു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ വൻ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കണ്ണന് പിറന്നാൾ സമ്മാനമായി ഗുരുവായൂർ ക്ഷേത്ര മതിലിൽ ചുമർചിത്രം പൂർത്തീകരിച്ച് സമർപ്പിച്ചു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തെയും തെക്ക് ഭാഗത്തെയും മതിലിൽ 150ഓളം അടി വലുപ്പത്തിലാണ് ചിത്രങ്ങൾ തീർത്തിട്ടുള്ളത്. കൃഷ്ണനും രാധയും ഊഞ്ഞാലാടുന്നതും വേണുഗോപാല രൂപവും രുക്മിണി കല്യാണം തുടങ്ങി മനോഹര ചിത്രങ്ങളാണ് ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ കലാകാരന്മാരുടെ സർഗപ്രതിഭയിൽ വിടർന്നത്. പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചുമർചിത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ദേവസ്വം ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാർ, സീനിയർ അധ്യാപകൻ നളിൻ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയത്. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം 25ഓളം കലാകാരന്മാർ ചേർന്ന് 6 മാസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യം മുതൽ രുക്മിണി സ്വയംവരം, കാളിയമർദ്ദനം, അനന്തശയനം തുടങ്ങി രാമായണത്തിലെ 100ഓളം രംഗങ്ങൾ ഉൾക്കൊള്ളിച്ച ഇത്രയും വലുപ്പത്തിൽ ക്ഷേത്രത്തിന്റെ പുറം മതിലിൽ ചുമർചിത്രം വരച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണെന്ന് ചിത്രകാരൻ നളിൻ ബാബു പറഞ്ഞു. ഓടക്കുഴലൂതുന്ന കണ്ണന്റെ കണ്ണിന് കറുപ്പ് നിറം പകർന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേത്രോന്മീലനം നിർവഹിച്ചു.
ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ്, ഭരണസമിതി അംഗങ്ങളായ കെ കുഞ്ഞുണ്ണി, കെ ഗോപിനാഥൻ, പി കെ സുധാകരൻ, സി അശോകൻ, അഡ്മിനിസ്ട്രേറ്റർ സി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ഗുരുവായൂർ. കൊടകര കുന്നത്രിക്കോവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതിയ പ്രഭാമണ്ഡലം സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പൻ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. തുടർന്ന് പഞ്ചഗവ്യം, കളഭാഭിഷേകം തുടങ്ങിയവയും ഉണ്ടായി. വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഒരുക്കിയ കുഞ്ഞൻ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. അന്ധനായ കുഞ്ഞൻ എന്ന ബാലന്റെ ജീവിതമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മണ്ണത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ക്രിസ്റ്റിയും കൂട്ടുകാരുമാണ് ഈ കുഞ്ഞൻ ചിത്രത്തിന്റെ അണിയറ ശില്പികൾ. ഇതിപ്പോൾ കുഞ്ഞൻ ഇപ്പോൾ പേരിടാൻ കാരണം കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ഞൻ എന്നാണ്. പിന്നെ അതും കൂടുതൽ ആകർഷിക്കുക ആൾക്കാർക്ക്. ഒന്നാമത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ കൂട്ടുകാർ തന്നെയാണ്. കൂട്ടുകാർ അതിന് വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിൽ കളിച്ചതാണ്. പിന്നെ അപ്പോൾ ഒരു എയിമായിരുന്നു എനിക്ക് അത് ഒരു ഷോർട്ട് ഫിലിം ഇറക്കണം, അത് സ്കൂളിൽ കളിക്കണം എന്ന്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതാണ് ഇപ്പോൾ. മാടക്കത്ര സ്വദേശിയായ ക്രിസ്റ്റി സംവിധാനവും തിരക്കഥയും നിർവഹിച്ചതിനൊപ്പം ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അലൻ ബിനോയ്, മാത്യൂസ് കീറ്റിക്കൽ, സെറിൻ ആലപ്പാട്ട് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. റോണി മാക് ഡേവിസ് ക്യാമറയും KA ആഷിഖ് എഡിറ്റിംഗും നിർവഹിച്ചു. സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്ത ചിത്രം സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ക്രിസ്റ്റിയും കൂട്ടരും. ഏനമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന വിത്തുവിത ഉത്സവം ആവേശമായി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന് ലഭിച്ച ഉമാ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിത്ത് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് KA കുര്യൻ യോഗത്തിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ രത്നവല്ലി സുരേന്ദ്രൻ, പടവ് കമ്മിറ്റി ഭാരവാഹികളായ രാജൻ ജോണി, K അബ്ദുട്ടി, TV ഹരിദാസൻ, ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. 8 ദിവസം കൊണ്ട് വിത്തുവിത പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പടവ് കമ്മിറ്റി. CBSE സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ തുടക്കമായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ CBSE സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. മേയർ അജിത ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. CBSE കേന്ദ്ര നിരീക്ഷകൻ ലാംലുൻ ബുറഹിൻ മുഖ്യാതിഥിയായിരുന്നു. ദേവമാത സ്കൂൾ പ്രിൻസിപ്പൽ ഷാജു എടമന അധ്യക്ഷനായി. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ 5ാം വാർഷികം ആഘോഷിച്ചു. പത്മശ്രീ ഡോക്ടർ TS സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് അധ്യക്ഷനായി. വൃക്ക അർബുദ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഡോക്ടർ G ജയരാജനെ കേരള വിഷൻ ഡയറക്ടർ ഷാജു കുണ്ടോളിയും മുതിർന്ന അംഗമായ TA തോമസിനെ പുല്ലഴി സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് D രഘുറാമും ചേർന്ന് ആദരിച്ചു. പുല്ലഴി പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി, AN വാസുദേവൻ നമ്പൂതിരി, വ്യാപാരി വ്യവസായി അയ്യന്തോൾ മേഖലാ പ്രസിഡന്റ് ജോഷി തേറാട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുളങ്ങര കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 17-ന് ആലോചനാ യോഗം സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ വികസന സമിതി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന ആലോചനാ യോഗം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. BD ദേവസി MLA അധ്യക്ഷനായിരിക്കും. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെടുമ്പാൾ കോന്തിപ്പുലം റോഡരികിലെ പുൽക്കാടുകൾ വെട്ടിവൃത്തിയാക്കി. കോന്തിപ്പുലം പാടം റോഡിൽ കാലങ്ങളായി വളർന്ന യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന പാഴ്ചെടികളാണ് നാട്ടുകാരുടെ സഹായത്തോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൃത്തിയാക്കിയത്. രാത്രികാലങ്ങളിൽ പുൽക്കാടുകളുടെ മറവിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതും പതിവായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് PC മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ RV സിൽവി, NSS കോർഡിനേറ്റർ KV സീന, PTA പ്രസിഡന്റ് KB സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുങ്കാൽ ഗ്രാമീണ വായനശാലയും സായുജ്യ ദേവിശ്രീ തിരുഹൃദയ അംഗൻവാടികളും സംയുക്തമായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർ MO ലീനി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KS സന്തോഷ് അധ്യക്ഷനായി. PM ഹംസ, ഹക്കീം കളിപ്പറമ്പിൽ, KS ഷാജി, PR ജയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സ്വർണലത ഉദ്ഘാടനം ചെയ്തു.
രമ ബാഹുലയൻ അധ്യക്ഷയായി. CR റോസിലി, ബീന മുരളി, കൗൺസിലർ അജിത വിജയൻ, സുനന്ദ രാജൻ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഡിസ്ട്രിക്ട് ഓട്ടോ ആൻഡ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU 17ാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് അധ്യക്ഷനായി. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ, യൂണിയൻ നേതാക്കളായ KV ഹരിദാസ്, T സുധാകരൻ, KV പീതാംബരൻ, MR രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേലക്കര ഏരിയ പഠന ക്ലാസ് ചേലക്കര വായനശാല ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV പുഷ്പ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി V തങ്കമ്മ, ഗായത്രി, ജയൻ, വസന്തകുമാരി, ഗിരിജാദേവി, രുക്മണി, MG ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചെമ്പുച്ചിറ ബ്രാഞ്ച് സമ്മേളനം മന്ദരപ്പിള്ളിയിൽ സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട് പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ മന്ദരപ്പിള്ളിയിൽ സമാപിച്ചു. തുടർന്ന് CPM കൊടകര ഏരിയ സെക്രട്ടറി T. രാമകൃഷ്ണൻ പതാക ഉയർത്തി. MK രാമകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ശോഭയാത്രകൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. തൃപ്രയാറിലും വാടനപ്പള്ളിയിലും വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്ര വർണ്ണാഭമായി. ശോഭായാത്രയ്ക്ക് മുന്നോടിയായി ഗോകുല കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തൽ, ഗോപൂജ, ഉറിയടി എന്നിവ നടന്നു. 7 ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രകൾ തൃപ്രയാർ സെന്ററിൽ സമാപിച്ചു. ഏങ്ങട്ടിയൂർ ശ്രീ തിരുമംഗലം മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി ദിവാകരൻ നമ്പൂതിരി പഴങ്ങാംപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ശിവേരിയിലും അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. എഴുന്നള്ളിപ്പിൽ തിരുമംഗലം സ്കന്ദൻ ഭഗവാന്റെ തിടമ്പേറ്റി. വെങ്കടങ്ങ് മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്ര ഗ്രാമവീഥികളെ ഗോകുലമാക്കി. 300-ലേറെ ഉണ്ണിക്കണ്ണന്മാരും നിശ്ചല ദൃശ്യങ്ങളും വാദിമേളങ്ങളും ശോഭായാത്രയ്ക്ക് വർണ്ണപ്പകിട്ടേകി. വെങ്കടങ്ങ് സെന്ററിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര കരുവന്തല ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ആഘോഷ് പ്രമുഖ് VG വൈശാഖ്, സന്തോഷ് ചീരോത്ത്, വിശ്വൻ കാളിമാക്കൽ എന്നിവർ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ശോഭായാത്ര വർണ്ണാഭമായി. മടത്തുംപടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രയ്ക്ക് ശേഷം ഉറിയടി സംഘടിപ്പിച്ചിരുന്നു. വടമ ശാർങ്ങപാണി ക്ഷേത്രം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശോഭായാത്ര വടക്കേക്കെട്ടിൽ ക്ഷേത്രത്തിൽ സമാപിച്ചു. മാള പുത്തൻചിറ മങ്കിടിയിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ശോഭയാത്ര സംഘടിപ്പിച്ചു. പുത്തൻചിറ വെള്ളൂരിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ സമാപിച്ചു. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭായാത്ര കുന്നംകുളം നഗരത്തിലൂടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുനിയങ്കാവ് ക്ഷേത്രത്തിൽ ഗോപൂജയും കർഷകരെ ആദരിക്കലും ഉണ്ണിയൂട്ടും ഒരുക്കിയിരുന്നു. കാട്ടക്കമ്പൽ മേഖലയിൽ പഴഞ്ഞി, പെരുന്തിരുത്തി, പട്ടിത്തടം, അരുവായി, ചിറയൻകാട്, പെങ്ങാമുക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ അരുവായി ചിറവരമ്പത്തുകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് അയ്യന്നൂർ അയ്യമലക്കാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. ചെമ്മണ്ണൂർ ബാലഗോകുലത്തിന്റെ ശോഭായാത്ര പാനപ്പറമ്പിൽ നിന്നും ആരംഭിച്ച് ചീരംകുളം ക്ഷേത്രത്തിൽ സമാപിച്ചു. പോർക്കളയങ്ങാട്, ആനാക്കൽ, കാണിയാമ്പൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ആനാക്കൽ സെന്ററിൽ നിന്നും മഹാശോഭായാത്രയായി ചീരംകുളം ക്ഷേത്രത്തിൽ സമാപിച്ചു. മുല്ലശ്ശേരി മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രകൾ പറമ്പൻതളി നടയിൽ സംഗമിച്ച ശേഷം മഹാശോഭായാത്രയായി മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ സമാപിച്ചു. ആഘോഷ പ്രമുഖ് MV രഞ്ജിത്ത്, PB സുദേവ് എന്നിവർ മഹാശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി, കരിയന്നൂർ, ശങ്കരൻകാവ്, കുന്നത്തേരി എന്നീ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്ര ശങ്കരൻകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ബിജു കുന്നത്തേരി, PV സത്യൻ, TG പ്രമോദ്, TG മധു, MV ശ്രീരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ശങ്കരൻകാവ് ക്ഷേത്രത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ K. ശങ്കരൻകുട്ടി അധ്യക്ഷനായി. KR മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊന്നിയൂർ, എടക്കര ബാലഗോകുലം സംയുക്തമായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഘോഷയാത്ര എടക്കര മിനി സെന്ററിൽ നിന്ന് ആരംഭിച്ച് പൊന്നിയൂർ പാവിട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. CS രാജീവ്, ഗോപിനാഥൻ, മോഹനൻ ഈച്ചിത്തറ എന്നിവർ നേതൃത്വം നൽകി. പൊന്നിയൂർക്കുളം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വന്നേരി കൊരച്ചനാട്ട് ക്ഷേത്രത്തിൽ സംഗമിച്ച് അവിടെ നിന്ന് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. TP ഉണ്ണി, TB ശ്രീനിവാസൻ, സുമിത് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പഞ്ചായത്തിലെ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മൂന്നാംകല്ല് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. രമേശ് ചെമ്പിൽ, സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ അകമല, ഊത്രാളിക്കാവ്, ഊട്ടുപാറ, എങ്കക്കാട്, കുമരനെല്ലൂർ, ഇരട്ടക്കുളങ്ങര, മേലമ്പാട്ടുകാവ് റെയിൽവേ സ്റ്റേഷൻ എന്നീ പ്രദേശങ്ങളിൽ ഘോഷയാത്രയൊരുക്കി. ഇരട്ടപ്പുഴ വേദവ്യാസ ജന്മാഷ്ടമി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ശോഭയാത്ര ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ സമാപിച്ചു. ചാവക്കാട്
ഗുരുപാദപുരി വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വനാഥ് ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. മേൽശാന്തി ശിവാനന്ദൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KS അനിൽകുമാർ, KS ശ്രീരാഗ്, PR വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ബാലഗോകുലം ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തി. പാലയൂരിൽ സാംസ്കാരിക സമ്മേളനം, കഥാകഥനം, ഉറിയടി എന്നിവ നടന്നു. ഷൈൻ മടൈക്കാവ്, UD ദിനു, നിതിൻ പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂരിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രകൾ പൊഞ്ഞനം ദേവീക്ഷേത്രത്തിൽ സംഗമിച്ചു. തുടർന്ന് മഹാശോഭായാത്രയായി പൈങ്കിണിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. പുതുക്കാട് തുറവദേശത്തിന്റെ ശോഭായാത്ര സമയാർകുന്ന് ക്ഷേത്രത്തിൽ സമാപിച്ചു. കണ്ണമ്പത്തൂർ, കാഞ്ഞുപാടം ഭാഗങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ കാഞ്ഞൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംഗമിച്ചു. ആമ്പല്ലൂർ മേഖലയിലെ ശോഭായാത്രകൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ സംഗമിച്ചു. ചെങ്ങാലൂർ മേഖലയിലെ ശോഭായാത്രകൾ മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലും തൃക്കണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഗമിച്ചു. പുതുക്കാട് മേഖലയിലെ വിവിധ ബാലഗോകുലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രകൾ വർണ്ണാഭമായി. ന്യൂസ് ബ്യൂറോസ് TCV. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ആസ്ഥാനമായ ഫിനോമിനൽ ഗ്രൂപ്പിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. ചൊവ്വാഴ്ച ലഭിച്ചത് 150ഓളം പരാതികൾ. കനത്ത വേനലിനെ മുൻകൂട്ടി കണ്ട് കർഷകർ നേരത്തെ കൃഷിയിറക്കുന്നു. കാട്ടകമ്പാലിൽ കൃഷിയിറക്കുന്നത് 3 മാസം നേരത്തെ. ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാതെ പണവും വാച്ചും കവർന്നു. കരുവന്നൂർ സ്വദേശി അശോകനാണ് ദുരനുഭവം. യാത്രാ ദുരിതം സമ്മാനിച്ച് വിയ്യൂർ കൊട്ടേക്കാട് പാത. റോഡിൽ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. ഗുരുവായൂരിൽ ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുവന്ന യുവതിയെ ലോഡ്ജിൽ പാർപ്പിച്ച് കൂട്ടമാനഭംഗത്തിനിരയാക്കി. 6 പേർ ഗുരുവായൂർ പോലീസിന്റെ പിടിയിൽ. 10 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. ഗ്രാമവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.